കരൂർ ദുരന്തം നൽകുന്ന പാഠം എന്താണ്? ഇത് നമ്മൾ ചിലപ്പോൾ സമൂഹത്തോട് വളരെ കൃത്യമായി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആരാധന മൂക്കുന്നതും ആരാധന ഭ്രാന്താകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ആരാധന മൂത്ത് ഒരു ദുരന്തം വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, വിജയിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് അതിൽ ഭയങ്കരമായിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ ഇൻഎക്സ്പീരിയൻസ് വളരെ. വിജയ് ഒരു സിനിമ ആക്ടറായിരുന്നു, സൂപ്പർ സ്റ്റാർ തമിഴ്നാട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ഒരു ഗ്രാമത്തിൽ, കരൂറിൻ്റെ ഒരു വില്ലേജ്, കരൂറിൻ്റെ കുറച്ചും കൂടി ഔട്ട്സ്കേർട്സിൽ അവിടെ എത്തുമ്പോൾ ഞാൻ രണ്ടുപേർക്കും ബ്ലെയിം ഉണ്ട് ഇതിൽ. അതായത് ഗവൺമെൻറ്റിനും ഒരു പ്രത്യേകിച്ച് ഗവൺമെൻറ് സംവിധാനവും കുറച്ചും കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു. വിജയ് പൂർണ്ണമായിട്ടും അത് ശ്രദ്ധിക്കണമായിരുന്നു. ഇത്രയും 41 പ്രഷ്യസ് ആളുകളാണ് മരിക്കുന്നത്, വളരെ ചെറിയ കുട്ടികളടക്കം. ധ്രുവ് എന്ന് പറഞ്ഞ കൊച്ചു കുട്ടി മരിച്ചിട്ടുണ്ട്. അതിന് 1 വയസ്സാവുന്നുണ്ടായിരുന്നു, അത് മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പ്രായമുള്ള ആൾക്കാർ, ഒരുപാട് 41 പേര് മരിച്ചു. 67ഓളം ആളുകൾ ആശുപത്രി ചികിത്സയിലാണ്. അപ്പോൾ അതിൻ്റെ കുറ്റം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുവാനും പാടില്ല. കൃത്യമായിട്ട് ഇപ്പം പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ് SOP ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ക്രൗഡ് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെയെന്ന്. ഇപ്പോൾ കോയമ്പത്തൂർ പോലീസ് സർക്കുലർ ഇറക്കി കഴിഞ്ഞു. ഞാൻ തമിഴ്നാടോട് നോക്കുന്നത് നമുക്ക് കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു സാധനം അത്. അപ്പോൾ വിജയ് 2 ദിവസത്തിനകത്ത് കരൂരിലേക്ക് വരും എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം അത് 20 ലക്ഷം രൂപ പ്രഖ്യാപിച്ചല്ലോ. മരിച്ച എല്ലാ ആളുകൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും 20 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഈ പൈസ നേരത്തെ ഈ +2നും +1 പഠിച്ച് വിജയശ്രീ അല്ലെങ്കിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് വിജയ് അദ്ദേഹത്തിന് ഓഫീസിൽ വെച്ചിട്ട് ഈ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവരെയും ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന സമ്മാനം കൊടുത്താൽ മതിയോ, അങ്ങനത്തെ ഒരു സ്കൂൾ ഓഫ് തോട്ട് അവിടെ ഉണ്ട്. പക്ഷേ അത് റീകോൾ ചെയ്യും. കാരണം വിജയ് എന്നുള്ള പൊളിറ്റിക്കൽ ലീഡറിന്റെ ഒരു സാന്നിധ്യവും അതിനുശേഷം അവിടെ ഉണ്ടായിട്ടില്ല. വിജയ് മാത്രമല്ല, അദവ് അർജുനെ പോലത്തെ അവരുടെ TVKയുടെ ജനറൽ സെക്രട്ടറിയാണ് അദവ് അർജുൻ, അദ്ദേഹം ഉണ്ടായിട്ടില്ല. ബുസി ആനന്ദ് മറ്റൊരു ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിട്ടില്ല. ബുസി ആനന്ദ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒളിവിലാണ്. ഹൈക്കോടതി ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളി. ഇന്ന് സുപ്രീം കോടതിയിൽ അത് കേൾക്കുന്നുണ്ട് ആ കേസ്. അല്ല, ഞാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത്, തമിഴ്നാട്ടിൽ എപ്പോഴും സിനിമയും സിനിമാ നടന്മാരും ഒക്കെ അവിടുത്തെ ജനങ്ങൾക്ക് ആരാധനാപാത്രങ്ങളാകാറുണ്ട്. അവരെപ്പോഴും ചിലപ്പോൾ ഈ ഭരണ നിയന്ത്രണങ്ങളിലേക്ക് എത്താറുണ്ട്. ഒപ്പം തന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രീകോവിലായിട്ടുള്ള നിയമസഭയിലേക്കും ഒക്കെ എത്തി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്കറിയാം. ഈ ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടക, കേരളത്തിൽ അത്തരത്തിലുള്ള ഭ്രാന്തില്ല ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് കൂടുതൽ തമിഴ്നാട്ടിലാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം MGRും കരുണാനിധിയും കലൈഞ്ചറും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വിജയ് അത്തരത്തിൽ വരുമ്പോൾ വലിയ ആരാധനാപാത്രങ്ങളാണുള്ളത്. പക്ഷേ അവിടെ വിജയ് പരാജയപ്പെട്ടു പോയത് ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ അയാളുടെ ഇൻഎഫിഷ്യൻസി ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലായ്മയായിരിക്കാം, ഒക്കെ സമ്മതിക്കുമ്പോഴും മനുഷ്യത്വം എന്ന് പറയപ്പെടുന്നത് ആർക്കും പണയം വെക്കേണ്ട കാര്യമല്ല. ആ ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ കൺസിഡറേഷൻ, 41 മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ, വിലയുള്ള, താങ്കൾ പറഞ്ഞല്ലോ, വിലയുള്ള 41 മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ എന്തുണ്ടെങ്കിലും ജനങ്ങളുടെ സേവകനായി വരാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരാൾ ചെയ്യേണ്ട കടമ ചെയ്യാൻ വിജയ് മറന്നുപോയി. തീർച്ചയായിട്ടും വിജയ് അവിടെ ഉണ്ടാവണമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചങ്ങ് പോകണമായിരുന്നു. ഇത് ഒളിച്ചോടിയതുപോലെ പോയി. പൊളിറ്റിക്കൽ ലീഡേഴ്സ് എപ്പോഴും ആ സ്ഥലത്ത് ഉണ്ടാവും. മുഖ്യമന്ത്രി സ്റ്റാലിൻ അതിൽ എന്ത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പോയാലും അദ്ദേഹം രാത്രി 1 മണിയോടുകൂടി തന്നെ അവിടെ സംഭവത്തെത്തി. അദ്ദേഹത്തിന്റെ മകനും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉദയനിധി സ്റ്റാലിൻ അന്ന് വിദേശത്തായിരുന്നു. രാവിലെ 6 മണിയോടും അദ്ദേഹവും അവിടെ എത്തി. അങ്ങനെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എപ്പോഴും അവർ വന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് വെച്ചാൽ സ്റ്റാലിൻ്റെ വരവോടുകൂടി അവർ അഡ്മിനിസ്ട്രേഷൻ മെഷീനറി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതുണ്ടായിട്ട് അതിന് വേറൊരു ഇതും കൂടെ ചർച്ചയുണ്ട്. അതായത് DMK രാഷ്ട്രീയം കളിക്കുകയാണ്, വിജയനെ പേടിച്ചിട്ട് സെന്തിൽ ബാലാജിയെ പോലത്തെ ഒരു ഷിഫ്റ്റിന്, ലോക്കൽ ഷിഫ്റ്റ് എന്ന് വേണം പറയാം. അത്ര വലിയ ലീഡറാണ് കരൂരിൽ. സെന്തിൽ ബാലാജിക്കെതിരെ ഇത് പറഞ്ഞതോടുകൂടിയാണ് അവിടെ ചെരിപ്പുകാരുണ്ടായിരുന്നൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അവിടെ. പിന്നെ നോർത്ത് സോൺ IG, തമിഴ്നാട് നോർത്ത് സോൺ IG ആസ്ട്ര ഗാർഗ്, അദ്ദേഹം വളരെ പ്രശസ്തനായ ഓഫീസറാണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്വേഷിക്കുന്നത്. ഇന്നലെ മുതൽ അവർ സംഭവ സ്ഥലത്ത് സന്ദർശിക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 10 അംഗ പോലീസ് സംഘം ഉണ്ടായില്ല, ഡെപ്യൂട്ടി DYSPമാരും CIമാരും. ഈ ജനാധിപത്യ സംവിധാനത്തിൽ, അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വന്ന് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. നടനമൊക്കെ അഭ്രപാളികളിൽ മതി, അവിടെ നിർത്തുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പകരം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും. ജനങ്ങളെ 4 കൈകളിലേക്ക് നമുക്കിങ്ങനെ ചേർത്ത് പിടിച്ച് അവരുടെ സാന്ത്വനമരുളാൻ കഴിയും. അവരുടെ വിഷമങ്ങൾക്ക്, വേദനകൾക്ക് ഒക്കെ ഒരു മറുമരുന്നാണ് ഈ പറയുന്ന ഓരോ നേതാക്കളും. അത്തരത്തിലുള്ളൊരു മനുഷ്യമുഖമുള്ളൊരു നേതാവാകാൻ ശ്രമിക്കേണ്ടതിന് പകരം അവിടെയും നടനം നടത്തി വിജയ് നടത്തിയ ഈ കോപ്രായം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഈ തമിഴ്നാട് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം വിജയിന്റെ സ്റ്റാർ വാല്യൂനൊന്നും കുറവൊന്നും ഉണ്ടായിട്ടില്ല. വിജയ് വീണ്ടും ജനനായകൻ എന്ന സിനിമ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല എന്നാണ്
ഇൻഡസ്ട്രി സർക്കിൾസ് പറയുന്നത് 200 കോടി രൂപയോളം വരുമാനമുള്ള അത്രയാണ് തോന്നുന്നു എനിക്ക് എമൗണ്ട് വാങ്ങിക്കുന്ന ഒരാൾ സുപ്രഭാത് നിർത്താൻ സാധ്യതയില്ല. ഇപ്പം ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാൺ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ്, ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവരാരും പറഞ്ഞിട്ടില്ല ഞാൻ ഈ സിനിമ അല്ല, അത് പറഞ്ഞില്ല. ഈ വിജയാണ് പറഞ്ഞത്. അത് വിജയ് ഒരു MGR ആണ്, അത് ശരിയുമാണ്. MGRന് ശേഷം തമിഴ്നാട് ഏറ്റവും താരമൂല്യമുള്ള ഒരു നേതാവ് പൊളിറ്റിക്സിൽ വന്നത് വിജയ് തന്നെയാണ്. വിജയകാന്ത് വന്നിരുന്നു, വിജയകാന്ത് സക്സസ്ഫുൾ ആയിരുന്നു, പ്രതിപക്ഷാന്ത് പോലെ അത് വിജയകാന്ത്. പക്ഷേ വിജയ് അതല്ല, വലിയൊരു സ്റ്റാർഡമിന് ഉടമയാണ്. വിജയ് 7 മണിക്കൂറോളം ആളുകളെ വെയിറ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഈ നാഗപട്ടണത്ത് നിന്ന് കരൂരെത്താൻ വേണ്ടി അദ്ദേഹം 7 മണിക്കൂറോളം പരിപാടി വൈകിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടി അങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ലായിരുന്നു. അതൊരു പ്രൊഫഷണലായിട്ടുള്ള അവരുടെ ഈ നേരത്തെ മുതലേ ഇതിൻ്റെ മുമ്പിൽ മധുരയിൽ നടന്ന 2ാം സംസ്ഥാന സമ്മേളനത്തിൽ ബൗൺസർമാർ ആ വിജയിൻ്റെ ആരാധകരെ എടുത്ത് ദൂരെ കളഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സൂചനയായിരുന്നു, ഇങ്ങനെ നാളെയും വരാം. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ക്രൗഡിനിടയിൽ വിജയ് ബോട്ടിൽ എറിഞ്ഞു, മിനറൽ വാട്ടർ അതായത് കുടിവെള്ളം എറിഞ്ഞു. അതിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആലോചിക്കണമായിരുന്നു പബ്ലിക് അത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കും, അപ്പോൾ അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പൂ കൊടുത്താലും അവരുടെ ഷോൾ കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താലും അത് പിടിച്ചു വാങ്ങാൻ അതായത് ആരാധന മൂത്ത് നിൽക്കുന്ന പ്രാന്തന്മാരാണല്ലോ, അവർക്ക് ഇത് ലഭിക്കാൻ വേണ്ടി അവർ ഏത് കടുങ്കയും ചെയ്യും. അതിൻ്റെ ഇടയിൽ ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ബോട്ടിലെടുത്ത് ഇദ്ദേഹം എറിഞ്ഞു കൊടുക്കുന്നതും. അതാണ് ഈ പറയുന്നതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. പിന്നെ ഒന്ന് താങ്കൾ ഈ പറഞ്ഞ പോലെ കരൂരിൽ ജനങ്ങളെ 2 മണിക്കുള്ള സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചു വരുത്തിയത്. അദ്ദേഹം എത്തുന്നത് 7:40-നാണ്. അപ്പോൾ എനിക്കറിയാവുന്ന, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അതാണോ അതിൻ്റെ ശരിയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ഈ 2 മണി മുതൽ 7:40 വരെയുള്ള സമയത്തിന് ആരാധകർ കാത്തു നിന്നുള്ള കാര്യം ശരിയാണ്. ഞാൻ അവരെ ഈ പറയുന്ന പോലെ അവർക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടെന്നുള്ള തരത്തിൽ നമുക്ക് സംസാരിച്ചാൽ പോലും ഈ 2 മണിക്ക് ആൾ കിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ വിജയ്ക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്. കാരണം അന്നത് വർക്കിംഗ് ഡേ ആയിരുന്നു. മാത്രമല്ല അന്ന് അവിടുത്തെ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് ഈ 2 മണി. ആ സമയത്തേക്ക് ഈ പറയുന്ന ഇത്രത്തോളം ഭ്രാന്തമായി എത്തുന്ന ആരാധകരെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സമയം വൈകിപ്പിച്ച് 5 മണിക്ക് ശേഷം, അതായത് ഓഫീസ് ടൈമുകൾ അവസാനിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടുന്നു, അതിനൊക്കെ ശേഷമാണ് വിജയ് ഈ പദ്ധതി പരിപാടിക്ക് ഇറങ്ങുന്നത് പോലും. അത് ശരിയാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ആദ്യമേ ഞാൻ 7 മണിക്കാണ് പരിപാടി വെക്കുന്നതെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അതെ, അവിടെ ഒരു ക്ലാരിംഗ് ആയിട്ടുള്ള തെറ്റ് വിജയൻ്റെ ഭാഗം സംഭവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഈ ഇൻഎക്സ്പീരിയൻസിൻ്റെ ഒരു പ്രശ്നം, ഇന്നോവേഷൻസ് അല്ല, ബട്ട് ഇൻഎക്സ്പീരിയൻസ് ആണ്. അതായത് അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ഇത് വന്നിട്ടില്ല. DMKൻ്റെ കരുണാനിധിയും ADMKൻ്റെ ജയലളിതയും ഇത്രയും വലിയ ക്രൗഡുകൾ മാനേജ് ചെയ്യുമ്പോഴും അവർ കൃത്യമായിട്ട് പാർട്ടിയുടെ അണികളോടും പാർട്ടിയുടെ കോർഡിനേറ്റർമാർക്കും നിർദ്ദേശം കൊടുക്കാറുണ്ട്. ഏറ്റവും അവസാനത്തെ ആളുകളെ പോലും പൂർണ്ണമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അവർ താഴെ നിന്ന് വളർന്ന നേതാക്കന്മാരാണ്, അവർക്കത് അറിയാം. ഇപ്പൊ ജയലളിത എത്ര ഇതാക്കുകയാണെങ്കിലും അവർ MGRന്റെ സ്കൂളിൽ ട്രെയിൻ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ TVK എന്ന് പറയുന്ന പുതിയൊരു പ്രസ്ഥാനം, അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ TVK എന്ന് പറയപ്പെടുന്നത് പെട്ടെന്ന് തന്നെ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ ഇതിലൂടെ കാണേണ്ടതും മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഒരു താങ്കളിപ്പോൾ പറഞ്ഞത് ഞാൻ അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയാണ്. കാരണം തമിഴ്നാട്ടിലെ ജനതയാണ്, അവരെ ഏത് തരത്തിലാണ് ഈ ആരാധക വൃന്ദം ഇവരെ വീണ്ടും കാണുന്നതെന്ന് അറിയാൻ കഴിയില്ല. അവിടെ അത്തരത്തിലൊരു നമ്മൾ തന്നെ അവരെക്കുറിച്ച് എന്തായിരിക്കും അവർ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല, അത് ഉറപ്പാണ്. പക്ഷേ എങ്കിലും ഈ പൊളിറ്റിക്കലി ഒരു ഇൻകറക്റ്റൻസ് അതിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? TVK അസ്തം എന്ന് പറയാൻ പറ്റില്ല. TVK ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ TVKന്റെ ചിഹ്നത്തിൽ പോലും അല്ലാതെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച 110ഓളം സീറ്റുകൾ പഞ്ചായത്ത് ജയിച്ചൊരു പാർട്ടിയാണ് TVK. വിജയകാന്തും സീമാനും 0 കിട്ടിയ സ്ഥലമാണ്. വിജയകാന്തിന്റെ DMDKയും സീമാന്റെ നാം തമിഴർ കക്ഷിക്കും 0 സീറ്റുകൾ കിട്ടിയ സ്ഥലത്താണ് വിജയിന്റെ പാർട്ടി പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന രീതിയിൽ രൂപപ്പെടാതെ വിജയ് മക്കൾ മണ്ഡലം എന്നുള്ള സാധനത്തിന്റെ ബേസിൽ അതിനും വിജയ് ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേരോ ഫോട്ടോ ഉപയോഗിക്കാൻ വേണ്ടി. അതിൽ അദ്ദേഹത്തിന്റെ അച്ഛനോട് പോലും അദ്ദേഹം വന്ന് പിണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 110ഓളം സീറ്റുകൾ അവർ ജയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷനാണ്, പ്രാദേശികമായിട്ട് നേതാക്കന്മാരുടെ ഇതാന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും TVK അങ്ങനെ തള്ളാൻ പറ്റൂല. അല്ല, ഞാനത് തള്ളുന്നില്ല. മാത്രമല്ല അവിടെ ചിലപ്പോൾ ഭരണത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കക്ഷി കൂടിയാണ് TVK എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വിജയ് ഇത്തരത്തിൽ ഞങ്ങൾ തന്നെ പറഞ്ഞ പോലെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിനകത്ത് ഒരു ഇദ്ദേഹത്തിന് കൂടി അതിനകത്ത് ഈ പറയുന്ന ദുരന്തത്തിൻ്റെ ഭാഗമാണ് ഇദ്ദേഹവും. DMKയുടെ നേതാവ് MK സ്റ്റാലിൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ തന്നെ തമിഴ്നാട്
ഏത് തരത്തിലായിരിക്കും പ്രതിരോധിക്കുന്നത്? അറസ്റ്റിന് സാധ്യതകളും കുറവാണ്. DMK-യും നല്ല സീസൺഡ് പൊളിറ്റീഷ്യൻസ് അല്ലേ. അതെ അതെ. അവര് ഇപ്പം മെയ് അഴകൻ എന്ന് പറഞ്ഞാൽ നാമക്കൽ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അറസ്റ്റ്, നാമക്കല്ല കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്തു. സതീഷ് എന്ന് പറഞ്ഞാൽ നാമക്കൽ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. നോൺ ബെയിലബിൾ ആണ്. അദ്ദേഹത്തിന് ബെയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയിട്ടില്ല. അതുപോലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബുസ്സി ആനന്ദിനും പാർട്ടിയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CTR നിർമ്മൽകുമാർ, ഇവർ രണ്ടുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നോൺ ബെയിലബിൾ ആണ്. രണ്ടുപേർക്കും മദ്രാസ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പം വിജയന് പക്ഷേ അത് അറസ്റ്റ് ചെയ്യേണ്ട സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം വിജയൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യുള്ളൂ, എങ്ങോട്ടേക്കാണ് പോകുന്നത്. മാത്രമല്ല BJP-ന്റെ 8 അംഗ ഫാക്ട് ഫൈൻഡിങ് സംഘത്തിന് NDA വിട്ടിട്ടുണ്ടായിരുന്നു. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിൽ 8 MP-മാരായിരുന്നു. TDP-യുടെ ഒരു MP അടക്കം ബാക്കിയെല്ലാം BJP MP-മാരാണ്. അവർ വന്നിരുന്നു. ആ ഫാക്ട് ഫൈൻഡിങ് സംഘം പറഞ്ഞത് സർക്കാർ മെഷീനറിയുടെ പരാജയമാണ് ഇവിടെ കണ്ടതെന്നാണ്. സർക്കാർ മെഷീനറിയുടെ പരാജയം. BJP പൊളിറ്റിക്കലി വിജയിനായിട്ട് എംബറാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ മുതൽ. വിജയ് പക്ഷേ അദ്ദേഹത്തിന്റെ ലോഞ്ചിൽ ഒക്ടോബർ 2024 എന്താ പറയുക, വില്ലുപുരം ജില്ലയിൽ വിക്രവാണ്ടിയിലായിരുന്നു പരിപാടി. അത് 3 ലക്ഷത്തോളം പങ്കെടുത്ത പരിപാടിയായിരുന്നു. ആ പരിപാടിയിലും ആളുകൾ മരിച്ചിട്ടുണ്ട്. ഈ ഡീഹൈഡ്രേഷനിലും ഒക്കെ പെട്ടിട്ട് മരിച്ചിട്ടുണ്ട്. അന്ന് മരണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു പരിപാടിയുടെ ഭാഗമായിരിക്കും. സ്റ്റാമ്പേഡ് ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് വിജയ് പറഞ്ഞത് എൻ്റെ ഐഡിയോളജിക്കൽ എനിമി BJP-യും എൻ്റെ പൊളിറ്റിക്കൽ എനിമി DMK എന്നാണ്. ഐഡിയോളജിക്കൽ എനിമിയും പൊളിറ്റിക്കൽ എനിമി അത് പറഞ്ഞത്. അത് ഇത്രയും കാലം വിജയ് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ BJP ഇപ്പം കുറേ നാളുകളായിട്ട് ഈ കരൂർ സ്റ്റാമ്പേഡിന് ശേഷം BJP-ന്റെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും വിജയ്ക്കുള്ള ഗവൺമെന്റ് നേർക്കാണ് അവർ തൊടുത്തുവിട്ടുള്ളത്. അതായത് ഒരു അവസരം കിട്ടുമ്പോൾ അവിടെ മാക്സിമം എങ്ങനെയാണോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന അതിനെ റെഡിയാക്കി എടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് BJP TVK-യുമായിട്ട് അടുക്കുന്നു. വിജയ്ക്കെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും പറയുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അവസരം എവിടെയാണോ കിട്ടുന്നത് അവിടെ ഇപ്പോൾ ഈ ഐഡിയോളജി ഒരു പ്രശ്നമില്ല എന്നാണോ? അല്ല, പൊളിറ്റിക്സ് സ്റ്റാർട്ട് ഓഫ് ദ പോസിബിൾ 1991 നരസിംഹറാവ് പറഞ്ഞിട്ടുണ്ടാവും. രാഷ്ട്രീയം സാധ്യതയുടെ കലയാണ്. അതായത് ഒരു മൈനോറിറ്റി ഗവൺമെന്റാണ് റാവു വേണ്ടിയത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ഗ്ലോബലി എല്ലാ സംസ്ഥാനങ്ങളിലും മിക്കവാറും ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് BJP എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അല്ല, BJP-യുടെ പുതിയ ലീഡർഷിപ്പിന് ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്. BJP ഭരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ തമിഴ്നാട് ഒരുപാട് ഈശ്വര വിശ്വാസികളുള്ള തമിഴ്നാട് ഇപ്പോൾ ദ്രവീഡിയൻ സാധനങ്ങളൊക്കെ പറഞ്ഞാലും ഭീകരമായിട്ടുള്ള എല്ലാ ജനങ്ങളും വളരെ ഈശ്വര വിശ്വാസവും കോലങ്ങളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ അതിൽ BJP-ന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ BJP പ്രോപ്പറായിട്ട് അതിന്റെ എന്താ പറയുക, ഇതിന്റെ കാർഡ്സ് പ്രോപ്പറായി കളിച്ചാൽ BJP-ക്ക് എൻട്രി ആവുന്നുള്ളൂ. BJP ഇപ്പോൾ 4 MLA-മാർ BJP-ക്ക് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ BJP ചെയ്ത വളരെ കൃത്യമായ തീരുമാനമായിരുന്നു അണ്ണാമലയെ മാറ്റി. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയം കൂടിയാണത്. കാരണം താങ്കൾ പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം കോലം പോട്ട് ഈ പറഞ്ഞ പോലെ ദൈവത്തിനെ അധികമായിട്ട് വിശ്വസിച്ച്, അതായത് ഈ നടന്മാരെയൊക്കെ വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറം ആരാധിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷെ അവർക്ക് ദ്രാവിഡ സംസ്കാരത്തിൽ നിന്ന് അങ്ങോട്ട് മാറി ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കാർഡ് ഇറക്കുന്നത് ഏതാണ് എന്നുള്ള സംശയത്തിൽ BJP നിൽക്കുന്നത്. അല്ല, BJP വളരെ ബുദ്ധിപൂർവ്വ തീരുമാനമാണ് അണ്ണാമലയെ മാറ്റിയത്. ഇപ്പോൾ പല അണ്ണാമല ആരാധകർ ചിലപ്പോൾ ഇപ്പോൾ ഇതിനെതിരെ പറയും. പക്ഷെ അതല്ല, BJP കഴിഞ്ഞ ലോക്സഭയിൽ 2024 ലോക്സഭയിൽ ഇപ്പോൾ ഒരു ADMK BJP അലയൻസ് ആയിരുന്നെങ്കിൽ, ആ അലയൻസ് നേരത്തെയുള്ള അലയൻസ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ BJP-ക്ക് ഒരു 10 MP-മാരുണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ ഈ NDA-ക്ക് 10 MP-മാരുണ്ടാവുമായിരുന്നു. ഈ 10 MP-മാരെന്ന് പറഞ്ഞാൽ BJP സംബന്ധിച്ചുള്ള അതിൻ്റെ ഏറ്റവും വിശ്വസ്തമായ ഒരു പാർട്ടി ADMK. പണ്ട് വാജ്പേയിന്റെ കാലത്ത് ആദ്യമായി ജയലളിത തൊട്ടത് BJP. അപ്പൊ അത് കണ്ടിന്യൂ ആയിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല. അണ്ണാമലൈ ഗവർണറാണ്, EPS-ഉം ഗവർണറാണ്. അവിടെ നമ്മളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അണ്ണാമലൈ കുറച്ചും കൂടെ, ഓഫ് കോഴ്സ് അണ്ണാമലൈ BJP-ക്ക് ലൈഫ് കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ BJP-ന്റെ ഒരു കാഡർ പാർട്ടിയിൽ നിന്ന് ജനകീയ പാർട്ടിയാക്കി മാറ്റാൻ അണ്ണാമലൈക്ക് വലിയ റോളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ കടുംപിടുത്തുണ്ടായിരുന്നു. അത് BJP ലീഡർഷിപ്പ് മനസ്സിലായി. OPS-ന്റെയും പിന്നെ TTV ദിനകരന്റെയും VK ശശികലയുടെയും അടങ്ങിയ തേവർ കമ്മ്യൂണിറ്റീനെ കോംപ്രമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരില്ലാത്തൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴാണ് മറ്റൊരു തേവറായിട്ടുള്ള നായനാർ നാഗേന്ദ്രന, മുൻ ADMK മന്ത്രിയും തിരുനെൽവേലിയിലെ പാളയംകോട്ടയിലെ വളരെ സ്ട്രോങ് മാനായിട്ടുള്ള നായനാർ നാഗേന്ദ്രന BJP സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരു വലിയ പൊളിറ്റിക്കൽ മെസ്സേജാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിജയിനെ പോലത്തെ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു ഫേസും കൂടെ കിട്ടിയാൽ BJP-ക്ക് പൊളിറ്റിക്കലി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് ADMK ലീഡർ EPS-ഉം മുൻ മുഖ്യമന്ത്രി എടപ്പാളി പളനിസ്വാമിയും ഈ ഗവൺമെന്റ് മെഷീനറിക്കെതിരെയാണ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ശരിയാണ്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സ് ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് പോകുക എന്നുള്ളത്. ഇപ്പോൾ DMK ഇനിയിപ്പോൾ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അവിടെയാണ് വിജയുടെ ഈ എൻട്രി വന്നിരിക്കുന്നത്. വിജയ്, BJP, അണ്ണാ DMK അങ്ങനെ ഒരു സഖ്യ സാധ്യത അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും അവിടുത്തെ ഒരു യാത്ര എന്ന് പറയുന്നത്. അല്ല, വിജയ് ADMK BJP സഖ്യം ഉണ്ടായി കഴിഞ്ഞല്ലോ. അണ്ണാമലയാണ് അതിന്റെ സ്കേപ്പ് ഗോട്ട്. അത് മാറ്റി വിജയിനെ കൊണ്ടുവരാം.
വേണമെങ്കിൽ നാം തമിഴ് കച്ചിയെ വേണമെങ്കിൽ നാം തമിഴ് കച്ചിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അറിയാലോ അല്ലേ? ആ. തമിഴ് നാഷണലിസം മാത്രമാണ്, ദ്രവിഡ നാഷണലിസം തമിഴ് രണ്ടാണെന്ന് പറഞ്ഞാൽ സീമാൻ. സീമാൻ ഇതൊക്കെയാണെങ്കിലും സീമാനിന് കുറെ വോട്ട് പെർസെന്റേജിന്റെ ഒക്കെ ഉള്ള സീമാൻ. തീർച്ചയായിട്ടും. അതുപോലെ DMDK എന്ന് പറഞ്ഞാൽ വിജയകാന്തിന്റെ പാർട്ടിയുണ്ട് ഇവിടെ. ഇങ്ങനത്തെ ഒരു അലയൻസ് ഒക്കെ വരാം, തമിഴ്നാട് പൊളിറ്റിക്സ് ആണ്. പിന്നെ ADMKയിൽ മിക്കവാറും OPS-നെയും TV ദിനകരനെയും VK ശശികലയും കൂടെ ഈ ഒരു ഇതിൽ വരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എത്രയൊക്കെ EPS ഡിനൈ ചെയ്താലും അവസാന ഘട്ടത്തിൽ അവർ കൂടെ ADMKന്റെ ഭാഗമാകാം. അത് വലിയൊരു ഫോർമഡബിൾ ഫോഴ്സ് ആയിരിക്കും. എന്നാലും DMK പരാജയപ്പെടുത്താൻ മാത്രമുള്ള സ്ഥാനമായിട്ട് വരുമോ എന്നറിയില്ല. കാരണം ഈ EPS-ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 ജയലളിത ഉണ്ടായിരുന്നു. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ADMKയും DMKയും തമ്മിലുള്ള വോട്ട് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു, വിത്തൗട്ട് വലിയ കരിസ്മാറ്റിക്. അപ്പോൾ അതുകൊണ്ട് ഒരു അലയൻസ്. പക്ഷെ അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ OPS-ഉം ഈ പനീർസെൽവം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അല്ല, പനീർസെൽവം അത് സൗത്ത് തമിഴ്നാടാണ്. പനീർസെൽവം ഒക്കെ സൗത്ത് തമിഴ്നാട്, തിരുനെൽവേലി മുതൽ മധുരൈ അടക്കമുള്ള ദേവർ കമ്മ്യൂണിറ്റി സ്ട്രോങ് ഹോൾഡാണ്. ആ സാധനം മേക്കപ്പ് ചെയ്യാനാണ് BJP കഴിയുന്നത്ര നയതന്ത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ, അത് OPS-നെയൊക്കെ ഒന്ന് വീണ്ടും തിരിച്ചു വിടാൻ EPS അനുവദിച്ചില്ലെങ്കിൽ ഒരു ബെറ്റിന് വേണ്ടിയിട്ടാണ് നയനാർ നാഗേന്ദ്രനെ കൊണ്ടുവന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള തേവറായിട്ടുള്ള നയനാർ നാഗേന്ദ്രൻ. എന്തായാലും നമുക്ക് ഇത് ചർച്ചയുടെ സമയം കഴിയുന്നുണ്ട് ചോദിക്കാൻ. ഈ അവസാനം ഇത്രയൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ 2026 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യമന്ത്രി ആയിട്ട് വിജയെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, BJPക്ക് വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരുതുന്നുണ്ട്. കാരണം അങ്ങനെ ആയിരിക്കും അവരുടെ സ്ട്രാറ്റജി. BJPക്ക് അതൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. കാരണം BJPക്ക് ഒരു പക്ഷേ കോയലേഷൻ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത അറിയാലോ അല്ലേ? തമിഴ്നാട്ടിൽ അലയൻസ് ഒക്കെ കോയലേഷൻ ആണെങ്കിലും ഗവൺമെന്റ് ഒരിക്കലും സിംഗിൾ പാർട്ടി ആയിരിക്കും. ഇപ്പൊ DMK ആണെങ്കിൽ DMK, ADMK ADMK. പക്ഷെ ഇപ്പം ഇത്തവണ കോൺഗ്രസ് DMKന്റെ ഒരു സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. അതുപോലെ DMKന്റെ മറ്റൊരു സഖ്യകക്ഷിയാണ് VCK, വിടുതലൈ ചിറുതകൾ കച്ചി, തിരുമാളവൻ MP, ചിദംബരം ലോക്സഭ MP. അവിടെ ഏറ്റവും വലിയ ലീഡറാണ് തിരുമാളവനും പറഞ്ഞിട്ടുണ്ട് അലയൻസിൽ പാർട്ടിക്ക് ഭരണത്തിൽ പങ്കാളികളാണെന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവർ. അപ്പൊ ഇപ്പുറത്ത് തീർച്ചയായിട്ടും ഇപ്പം ADMK അലയൻസ് ആണ് വരുന്നതെങ്കിൽ BJPയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതില്ലാത്ത ഇതാണെന്ന് അമിത്ഷാക്ക് പറയേണ്ടി വന്നു. കാരണം EPS അതിനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനം. സ്വാഭാവികമായിട്ടും അത് ഒന്ന് കണ്ടുനോക്കേണ്ടി വരും. EPS അങ്ങനെ സമ്മതിക്കുന്നോ ഒന്നും അറിയാൻ പറ്റില്ല. തമിഴ്നാട് പൊളിറ്റിക്സ് ഇനിയും ചേൺ ചെയ്ത് വരുമല്ലോ. അതാണ് ഡേ ബൈ ഡേ, ടൈം ബൈ ടൈം, സെക്കൻഡ് ബൈ സെക്കൻഡ്, മിനിറ്റ് ബൈ മിനിറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് തമിഴ്നാടിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ മനസ്സും അങ്ങനെ തന്നെയായിരിക്കും മാറുന്നത്. എന്തായാലും ഈ വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുവാൻ BJP വളരെ ശക്തമായി ശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും BJPയുടെ കൂടി ഉള്ള ഇടമായി തമിഴ്നാട് മാറുകയും ചെയ്യുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ 2026 BJP തീർച്ചയായിട്ടും ബാക്കി വിജയ് മുഖ്യമന്ത്രി EPS മുഖ്യമന്ത്രി രണ്ടാമത്തെ കാര്യം BJP ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല. പ്രാവശ്യം BJPയുടെ ഇടം ആയി മാറാൻ സാധ്യത കൂടുതലാണ്. 4 MLA-മാർ ഓൾറെഡി BJPക്ക് ഉണ്ട്. 4 MLA-മാരുണ്ട്. കോയമ്പത്തൂർ നിന്ന് വനതി ശ്രീനിവാസൻ അടക്കമുള്ള 4 MLA. കമൽഹാസൻ തോൽപ്പിച്ചിട്ടൊന്നും വനതി ജയിച്ചത് അവിടെ കോയമ്പത്തൂർ. അപ്പോൾ അതുകൊണ്ട് 4 MLA, നയനാർ നാഗേന്ദ്രൻ MLA ആണ്. 4 MLA-മാരുണ്ട് തമിഴ്നാട്ടിൽ. ADMK അലയൻസിലാണ് ആ MLA-മാരുണ്ടായത്. അന്ന് അലയൻസ് ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. എന്തായാലും വിജയ് മുഖ്യമന്ത്രിയാകുമോ ഇല്ലേ എന്നൊക്കെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നമുക്ക് കാത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.